വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിലുള്ളൊരു ഡയറക്റ്റ് ഫൈറ്റിന് തുടക്കമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. നമ്മളിത് ഇന്നലെ സംസാരിച്ചപ്പോൾ തന്നെ ബിജുചേട്ടൻ പറഞ്ഞത് 2-3 ദിവസത്തിനകം ഇതിനൊരു അന്ത്യമുണ്ടായിരിക്കാം എന്നാണ്. പക്ഷേ അമേരിക്ക ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ ഇടപെടാനായിട്ട് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിമിറ്റ്സ് എന്ന് പറയുന്ന അവരുടെ കാരിയറിൽ ആണവായുധം അവിടെ കൊണ്ട് വിന്യസിക്കാൻ പോവുകയാണ്, ഇറാനിൽ കൊണ്ട് വിന്യസിക്കാൻ പോവുകയാണ് എന്നുള്ളത്. ഇപ്പോ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അമേരിക്ക ഖമനേയിയെ ടാർഗറ്റ് ചെയ്യുന്നു. അവിടെയുള്ള സകല ആണവ നിലയങ്ങളെയും ടാർഗറ്റ് ചെയ്ത് സമ്പൂർണ്ണമായിട്ടുള്ള വിനാശത്തിനാണ് അമേരിക്ക ഒരുങ്ങുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളും പല ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലുകളും എടുത്ത് നോക്കുമ്പോൾ, ഇറാന്റെ തന്നെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവരുടെ ഹാഷ്ടാഗ് എന്ന് പറയുന്നത് ഹിറോഷിമ നാഗസാക്കിയെ സംബന്ധിച്ച ഹാഷ്ടാഗാണ്. അതായത് ഒരു അണുബോംബ് വീണാൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ അണുബോംബ് ആക്രമണം എന്ന് പറഞ്ഞാൽ ഹിറോഷിമ നാഗസാക്കിയിലായിരുന്നു, 2ാം ലോക മഹായുദ്ധത്തിൽ. അപ്പൊ സമാനമായിട്ടുള്ള ഒരു ആക്രമണത്തിന് അമേരിക്ക മുതിരുന്നു എന്ന് കണ്ട് ഇപ്പോ ഇറാനിലുള്ള പല ആൾക്കാരും, ഈവൻ സിവിലിയൻസ് പോലും, അവർ ഇപ്പോൾ ഹിറോഷിമ നാഗസാക്കിയുടെ ഹാഷ്ടാഗ് ഇട്ട് വലിയ രീതിയിലുള്ള പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. അമേരിക്ക ഫൈറ്റർ ജെറ്റുകൾ മിഡിൽ ഈസ്റ്റിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഡിയോ ഗാർഷ്യ എന്ന് പറയുന്ന ഐലൻഡിൽ നേരത്തെ സ്റ്റെൽത്ത് ബോംബറുകൾ കൊണ്ട് വിന്യസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് സമാനമായ രീതിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ അത് തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നു. ഇപ്പോ ഖമനേയി എന്ന് പറയുന്ന വ്യക്തിയെ അമേരിക്ക കൊന്നുകളയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ ട്രംപ് പറയുന്നത്, വി നോ എക്സാക്ട്ലി വെയർ ഇറാൻ സുപ്രീം ലീഡർ ഖമനേയി ഈസ് ഹൈഡിങ്, ഹീസ് ആൻ ഈസി ടാർഗറ്റ്. അതായത് ഖമനേയി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് നമുക്കറിയാം. അപ്പൊ ഖമനേയി അല്ല, അയാൾ ഒരു ഈസി ടാർഗറ്റ് ആണ്. ഏത് നിമിഷം വേണമെങ്കിലും അയാളെ നമുക്ക് തട്ടിക്കളയാൻ പറ്റും, അതിലൊരു വിഷയമില്ല എന്നാണ് പറയുന്നത്. വി നൗ ഹാവ് കംപ്ലീറ്റ് ആൻഡ് ടോട്ടൽ കൺട്രോൾ ഓവർ ഇറാനിയൻ സ്കൈസ്, അവർ പേഷ്യൻസ് ഈസ് വെയറിംഗ് തിൻ എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ക്ഷമ നശിച്ചിരിക്കുന്നു. ഇറാനിയൻ സ്കൈ, അതായത് ഇറാന്റെ ആകാശത്ത് സമ്പൂർണമായ ആധിപത്യം നിലവിൽ അമേരിക്ക നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ട്രംപ് G20 നിന്ന് തിരിച്ചു വന്ന ഉടനെ തന്നെ ഇട്ട പോസ്റ്റ് സ്റ്റേ ട്യൂൺഡ് എന്നാണ്. അതായത് വെടിനിർത്തലിനൊന്നുമല്ല ഞാൻ വന്നിരിക്കുന്നത്, ഇതൊരു വലിയ ഫൈറ്റിലേക്ക് തന്നെയാണ് ഞാൻ കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടൊരു ഫൈറ്റാണ്. കാരണം അമേരിക്കയെ ഇറാൻ നാണം കെടുത്തിയിരിക്കുന്നു, ആണവ കരാറിൽ നിന്ന് പിന്മാറി. ഇപ്പൊ ഇസ്രായേൽ പതിയെ ബാക്ക് ഔട്ട് അടിക്കുന്നു. ഇസ്രായേൽ ആയിരുന്നു അമേരിക്കയുടെ പ്രോക്സി ഇറാനെ അടിക്കുന്നതിൽ. പക്ഷേ ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലൊരു ഡയറക്റ്റ് ഫൈറ്റിന് പോവുകയാണ്. എന്താണ് അമേരിക്കയുടെ ഉദ്ദേശം? മറ്റൊരു ഹിറോഷിമ നാഗസാക്കി, അത് എന്താ പറയുക, അതൊരു പുനരാവിഷ്കരിക്കാനാണോ അമേരിക്ക ശ്രമിക്കുന്നത്? തീർച്ചയായിട്ടും നമുക്ക് അത്രത്തോളം ഭീകരമല്ലെങ്കിൽ പോലും അങ്ങനെ വേണം തന്നെ നമ്മൾ കരുതാനായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 24 hours നടന്ന വലിയ നീക്കങ്ങൾ തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സിറ്റുവേഷൻ റൂമിൽ 1.5 മണിക്കൂറാണ് ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരിക, അതിന് തൊട്ട് പിന്നാലെ ഡിഗോ ഗാർഷ്യ, അവർക്ക് അവിടെ നേരത്തെ തന്നെ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ദ്വീപുള്ളത്, അവിടെ തന്നെ അവർക്ക് നേരത്തെ സൈനിക താവളമൊക്കെ ഉള്ളതാണ്. അവിടെ അണുബോംബുകൾ സെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അന്തർദേശീയ തലത്തിൽ നിന്ന് മറ്റൊരു വാർത്ത. ഒപ്പം തന്നെ ഈ ടെഹ്റാനിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകാൻ കഴിഞ്ഞ ദിവസം തന്നെ ശ്രീ ട്രംപ് പറയുകയുണ്ടായി. അതിനർത്ഥം ഈ വികരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എഫക്ട് ചെയ്യുന്നത് ടെഹ്റാനിലായിരിക്കും. ഇപ്പൊ ഇസ്രയേലിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രയേൽ ഇപ്പോൾ അടിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഇറാന്റെ ഈ മർമ്മത്ത് അടിക്കാനുള്ള ആയുധമില്ല. അമേരിക്ക അത് ഇതുവരെ ഇസ്രയേലിൽ അത് കൊടുത്തിട്ടുമില്ല. അമേരിക്ക സാധാരണ എല്ലാ ആയുധങ്ങളും ഇസ്രയേലിന് നൽകുമ്പോൾ അമേരിക്ക ചില ആയുധങ്ങൾ ഇസ്രയേലിന് നൽകാത്തതുകൊണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രയേലിന്റെ പക്കൽ എത്തിക്കഴിഞ്ഞാൽ അത് പശ്ചിമേഷ്യയിൽ കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കും, ഇല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ കൂടുതൽ ചിലപ്പം പ്രശ്നം ഉണ്ടാക്കുമെന്ന് കരുതിയിട്ട് കൊടുക്കാതിരുന്ന ഒരു വലിയ ബോംബുണ്ട് അവരുടെ. അതായത് ഈ ബോംബുകളുടെ രാജകുമാരൻ എന്ന് പറയുന്ന ബങ്കർ ബസ്റ്റർ കിങ് എന്ന് പറയുന്ന ഒരു ബോംബ്, 20 അടി നീളവും 30,000 പൗണ്ട് തൂക്കവും ഒക്കെ ഉള്ള ഒരു വലിയ, അത് ഉണ്ടെങ്കിൽ മാത്രമേ ഇറാനിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് അവരുടെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ കഴിയും. ഇപ്പോൾ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെല്ലാം തന്നെ അത് ഈ ഇറാന്റെ ഉപരിതലത്തിൽ നടത്തുന്ന അറ്റാക്കുകളാണ്. ഉപരിതലത്തിൽ നടക്കുന്ന ഈ ആണവ പ്ലാന്റുകളിലും മറ്റുമൊക്കെ നടത്തുന്ന അറ്റാക്കുകളാണ്. അപ്പം ഇവർക്ക് ഇതിന്റെ മർമ്മപ്രധാന ഭാഗത്തേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണവ നിലയം എന്ന് പറയുന്നത് ഇറാന്റെ ഒരു വിശുദ്ധ നഗരത്തിന് സമീപം ഉള്ള ഫോർദോ എന്ന് പറയുന്ന ആണവ കേന്ദ്രമാണ്. ഈ ഫോർദോ ആണവ കേന്ദ്രം മലനിരകൾക്ക് അകത്ത് മല തുരന്ന് അതിനുള്ളിൽ ഏതാണ്ട് ഒരു 200 അടി താഴ്ചയിലാണ് ഇറാൻ ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഈ ആണവായുധങ്ങൾ അവസാന ഘട്ടത്തിലാണ്, ഏത് നിമിഷവും വേണമെങ്കിൽ ഘടിപ്പിക്കാം. ഇത് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. ഇന്ന് പുലർച്ചയോടുകൂടി ഇറാൻ ഇസ്രായേലിൽ നിന്നൊക്കെ ഫത്തേ-1 എന്ന് പറയുന്ന സൂപ്പർസോണിക് ആയിട്ടുള്ള അവരുടെ മിസൈലുകൾ വിക്ഷേപിച്ചു കഴിഞ്ഞു.
അപ്പോൾ ഇനി ചിലപ്പോൾ ഈ ഇനി വൈകിയാലുള്ള കുഴപ്പം ഈ ഫോർദോ ആണവ നിലയം, ഈ ആണവ നിലയത്തെ കുറിച്ച് ലോകത്തിന് 2009 വരെ അറിയില്ലായിരുന്നു. ഇറാൻ ഇത് സമ്മതിച്ചിട്ടുമില്ല. 2009 വരെ അവരതിൽ വളരെ രഹസ്യമായി തന്നെ വർക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഏതാണ്ട് 83%, ഏതാണ്ട് 60% സമ്പുഷ്ട യുറേനിയം കഴിഞ്ഞാൽ പിന്നെ ഏത് നിമിഷവും വേണമെങ്കിലും ഈ ആണവായുധത്തിലേക്ക് പോകാം, ആണവായുധം ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ അവിടെയാണ് ഈ 83% സമ്പുഷ്ട യുറേനിയം ഉണ്ട് എന്ന് പറയുന്നത്. അത് തന്നെ ഇവരുടെ മെയിൻ കേന്ദ്രം, ഇല്ലെങ്കിൽ ഇറാന്റെ ഒരു അഭിമാനം എന്ന് പറയുന്നത് ഈ ഫോർദോ ഈ ആണവ കേന്ദ്രം തന്നെയാണ്. അത് തകർന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തകർന്നു. ഇറാൻ ഏതാണ്ട് തകർന്നുപോയി. അവർക്ക് പിന്നെ ഇനി പ്രതീക്ഷകളൊന്നും തന്നെയില്ല. ഏതാണ്ട് പൂർണ്ണമായി തന്നെ അവർ കീഴടങ്ങുക എന്ന് തന്നെയാകും പറയാൻ കഴിയുക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്കാണ് അമേരിക്ക ഇപ്പൊ ധൃതി പിടിച്ചിട്ട് ഈ ഒരു നീക്കം നടന്നത്. കാരണം എന്താ പറയുന്നത്, ഈ ഏതായാലും ഇറാനെ പോലെ ഒരു വലിയ രാജ്യം, ആ രാജ്യത്തെ കയറി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതായത് നമ്മൾ എന്താണ് പറയുന്നത്, കടന്നൽ കൂട്ടിൽ നമ്മൾ കല്ലെറിഞ്ഞാൽ പിന്നെ അത് പിന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. പിന്നെ അത് നമ്മൾ കത്തിച്ച് കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാവരും എന്നുണ്ടെങ്കിൽ ഈ കടന്നലുകൾ പലയിടത്തും പോയിട്ട് പല ആളുകളും കുത്തേണ്ടി വരും. അപ്പൊ അതുണ്ടാകാൻ പാടില്ല, അത് നിർത്തണം. അത് മാത്രമല്ല, ഖമേനി ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഹീബ്രു ഭാഷയിലാണ് ഒരു ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ അവസാനം അടുത്തു, താൻ യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ്, കീഴടങ്ങുകയില്ല എന്നുകൂടി പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് ഇറാൻ കീഴടങ്ങണം. ഖമേനി അവരുടെ ഒരു ടാർഗറ്റ് വരുന്നില്ല. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഖമേനിയെ കാത്തിരിക്കുന്ന സദാമിന്റെ വിധിയായിരിക്കും എന്ന് പറയുന്നു. സദാമിന്റെ വിധി എന്തായിരുന്നു? അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നില്ല, അദ്ദേഹത്തെ പിടികൂടി വിചാരണ ചെയ്ത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് കൊല്ലുകയായിരുന്നു. അപ്പൊ അതാണ് ഇവരുടെ ലക്ഷ്യം. അല്ലാതെ ഖമേനിയെ കൊല്ലണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് എവിടെ പോയി ഒളിച്ചു കഴിഞ്ഞാലും അവരത് വധിക്കും എന്നുള്ളത് വളരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഖമേനി അല്ല, ഖമേനി ഒരു പ്രതീകം മാത്രമാണ്. അപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട ശക്തി സ്രോതസ്സായ ഈ ഫോർദോ ഇനി അത് വൈകാൻ പാടില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ഒക്കെ കരുതുന്നത്. കാരണം ഇനി അത് വൈകിയാൽ ഉള്ള കുഴപ്പം, കാരണം അവരുടെ കയ്യിൽ ഈ ഇസ്രായേൽ പറയുന്ന പോലെ 83% സമ്പുഷ്ട യുറേനിയം ഉണ്ട് എങ്കിൽ അവരുടെ കയ്യിൽ ആയുധവും ഉണ്ടാകാം, ആണവായുധം ഉണ്ടാകാം എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ അവരത് പ്രയോഗിക്കാൻ മടിക്കില്ല. അതിനു മുമ്പ് അത് തകർക്കുക. ഒപ്പം തന്നെ ഇറാനിലെ പ്രധാനപ്പെട്ട ഏതാണ്ട് 13ഓളം ആണവ നിലയങ്ങൾ പല ഭാഗത്തായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ 9 നിലയങ്ങൾക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇസ്രായേൽ അറ്റാക്ക് നടത്തിയിരുന്നത്. അപ്പൊ അവിടെയും കൂടി തകർക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ ബോംബ് എത്തിച്ചിരിക്കുന്നത്. ഇസ്രായേൽ വളരെ കാലമായി ആവശ്യപ്പെട്ടിരുന്ന ബോംബാണ് എത്തിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് തീർത്തും പശ്ചിമേഷ്യയിൽ ഒറ്റപ്പെട്ടു പോയ ഒരു ഇറാനാണ്. ഒരൊറ്റ അറബ് കൺട്രീസും ഇറാന്റെ ഒപ്പം നിൽക്കുന്നില്ല. ഒരു അറബ് കൺട്രീസും ഇതിനെ എതിർക്കുകയോ അപലപിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പേരിന് ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്, അത് അറബ് മീഡിയാസ് തന്നെ പുറത്തുവിടുന്നതാണ്. ഖത്തറും ഒമാനും ഒക്കെ ഇടപെടുന്നുണ്ട് എന്ന് പറയുന്നെങ്കിലും ഇനി അതിനൊന്നും ഒരു പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഇനിയും വൈകിയാൽ, കാരണം ഇറാൻ ചെറിയൊരു മീനല്ല. അപ്പൊ ഇനിയും വൈകിയാൽ അത് ഒരുപാട് ഭവിഷ്യത്തുണ്ടാക്കുമെന്ന കാര്യത്തിൽ ട്രംപിനും സംശയമൊന്നുമില്ല. കാരണം ഇനിയും ഇതിങ്ങനെ തട്ടിയും മുട്ടിയും പോവുക എന്നുണ്ടെങ്കിൽ ഇപ്പൊ നേടിയിരിക്കുന്ന മേൽക്കൈ അത് നീണ്ടുപോകും. ചിലപ്പം 1 വർഷം വരെയൊക്കെ നീണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു വാറായി മാറും. ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ അതിന് കണക്കൂട്ടി വെച്ചിരിക്കുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2 വീക്സ് ആണ്. 2 ആഴ്ചക്കുള്ളിൽ ഇത് തീരും എന്നാണ് അവരുടെ കണക്കൂട്ടൽ. നമ്മൾ കണ്ടതാണ്, ഹമാസിനെ അവർ പൂർണ്ണമായി തീർക്കാനായി ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, 7 മാസം വേണ്ടി വരും കുറഞ്ഞത്, അതിന് മുകളിലേക്ക് പോകുന്നെങ്കിലേ ഉള്ളൂ എന്ന്. എത്ര വർഷമായി അവരെ തീർക്കാനെടുത്തത്? ഏതാണ്ട് 2 വർഷത്തിന് മുകളിലായില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇത് 2 ആഴ്ച എന്ന് പറയുമ്പോൾ കുറഞ്ഞതൊരു 3-4 മാസത്തേക്കെങ്കിലും ഇത് നീണ്ടു നിൽക്കും. പക്ഷെ അതിന് മുൻപ് തന്നെ അത്രയും നീണ്ടു നിൽക്കാനായിട്ട് ഇപ്പോൾ നിലവിൽ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല, ഒപ്പം തന്നെ ഇസ്രായേലും ആഗ്രഹിക്കുന്നില്ല. കാരണം അത് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് മാത്രമല്ല, ആ മേഖലയിൽ ആകെ ഒരു അസ്ഥിരത സൃഷ്ടിക്കുകയും വ്യാപാര മേഖലയിൽ അതൊരു സ്തംഭനത്തിലേക്ക് നീങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവും. നമ്മൾ കണ്ടതാണ് ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് നമ്മുടെ എണ്ണ ഇടപാടുകൾ അടക്കം സ്തംഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ നീങ്ങി. ഇപ്പോഴത്തെ അവസ്ഥയിൽ ലോകത്തിനത് താങ്ങാൻ കഴിയില്ല. കാരണം ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടിയാണ് ലോകത്തിലെ പല രാജ്യങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തീർക്കുക. കഴിഞ്ഞ ദിവസം സിറിയയിൽ നിന്നുള്ള ഈ അമേരിക്കൻ സൈനികരെ കുറച്ചധികം പേരിന് മാത്രം നിലനിർത്തിക്കൊണ്ട് കുറച്ചധികം പേരെ അവിടുന്ന് പിൻവലിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പൊ എല്ലായിടത്തും ഇപ്പോൾ ഈ അമേരിക്കയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് ഓൾറെഡി അഫ്ഗാനിസ്ഥാനിൽ സൈനിക താവളമുണ്ട്. പിന്നെ ഇറാന്റെ മറ്റൊരു അതിർത്തി എന്ന് പറഞ്ഞാൽ അസർബൈജാനാണ്. അസർബൈജാൻ നമുക്കറിയാം പാകിസ്ഥാനെ പിന്തുണച്ച് രംഗത്തെത്തിയ രാജ്യമാണ്. പക്ഷെ ഇസ്രായേൽ ആണ് അസർബൈജാന്റെ പക്കൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യം.
ഒപ്പം തന്നെ അസർബൈജാൻ ഇസ്രായേലിന്റെ ആയുധങ്ങളാണ് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത്. ഇപ്പോൾ അസർബൈജാന്റെ പുതിയൊരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നു, ഞങ്ങളുടെ വ്യോമപാത ഇറാൻ ഉപയോഗിക്കരുത്, ഇത് അക്രമത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ മണ്ണ് ആരും ഉപയോഗിക്കരുത്. അത് ഇസ്രായേലിനും കൂടി ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഇസ്രായേലിനോട് വേണമെങ്കിൽ പറയാം. അപ്പൊ അവര് പോയിരിക്കുന്നു. മറ്റ് അറബ് കൺട്രീസുകളൊന്നുമില്ല. ഇവിടെ വളരെ ഒരു എന്താണ് പറയുന്നത്, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലോകത്തുള്ള എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഒന്നിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ഖമേനിയുടെ രാജ്യമാണ് ഇറാൻ. ആ ഇറാൻ ഒരു വലിയ പ്രതിസന്ധിപ്പെടുമ്പോൾ ആകെ ഒരു ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞൊരു രാജ്യം, ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന രാജ്യം തുർക്കി മാത്രമാണ്. തുർക്കി പറഞ്ഞതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും തുർക്കി പോയില്ല. കാരണം ധനുഷ്യനത് വളരെ രസകരമായ ഒരു കഥയുണ്ട്. കാരണം 1948 ഇസ്രായേൽ രൂപം കൊള്ളുന്നത്. ആ ഇസ്രായേലിനെ അംഗീകരിച്ച ലോകത്തിലെ 2 ഇസ്ലാമിക രാജ്യങ്ങളാണ്, ഒന്ന് ഇറാനും ഒന്ന് തുർക്കിയും. അപ്പോൾ തന്നെ ലോകത്ത് ഒരു ഇസ്ലാമിക രാജ്യവും ഇസ്രായേലിനെ അക്കാലത്ത് അംഗീകരിച്ചിരുന്നില്ല. ഇപ്പോഴും അനവധി രാജ്യങ്ങൾ ഇസ്രായേലിനെ അംഗീകരിക്കാത്തതുണ്ട്. അന്ന് 1948 ഇസ്രായേൽ പിറവി കൊണ്ടപ്പോൾ ഷിയ വിഭാഗത്തിന്റെ ഒരു രാജ്യമാണ് ഇറാൻ എങ്കിൽ പോലും ഇറാനും തുർക്കിയുമാണ്. തുർക്കി അതിനെ അംഗീകരിക്കുന്നതിന് ഉള്ള കാരണം ആ ഒരു നാറ്റോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ ഒരു ഭാഗമായത് കൊണ്ടാകാം. പക്ഷെ ഇറാൻ അങ്ങനെയല്ല. പശ്ചിമേഷ്യയിൽ കിടക്കുന്നു, മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്നു, അറബ് കൺട്രീസിന്റെ ഇടയ്ക്ക് കിടക്കുന്നു. അറബ് കൺട്രീസിന്റെ ഒരു വലിയ ശത്രുവിനെ അംഗീകരിക്കുകയാണ് ഇറാൻ. അങ്ങനെയാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ ഭയങ്കര ടൈബിൽ പോകുന്നു, ഭയങ്കര സ്നേഹത്തിൽ പോകുന്നു. ഇറാന് വേണ്ട എല്ലാ ടെക്നോളജികളും കാര്യങ്ങളും ഒക്കെ ഇസ്രായേൽ നൽകുന്നു. അങ്ങനെ സ്നേഹത്തിൽ പോകുമ്പോഴാണ് 1979 ഈ ഖമേനി എത്തുന്നതും ഇസ്ലാമിക വിപ്ലവം അല്ലെങ്കിൽ ഇറാനിയൻ വിപ്ലവം വരുന്നതും. അങ്ങനെ അന്ന് ഖമേനി പ്രഖ്യാപിച്ചത് വലിയ ചെകുത്താനും അതിന്റെ കുഞ്ഞുമെന്നാണ് അമേരിക്കയും ഇസ്രായേലിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശത്രു അമേരിക്കയും ഇസ്രായേലുമാണെന്ന് പറയുന്നു. അങ്ങനെ ഇവർ തമ്മിൽ അകരുന്നു, ഭയങ്കര ശത്രുതയായി മാറുന്നു. ഇന്ന് കാലം കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ കാഴ്ച എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഇസ്രായേലിനെ അംഗീകരിക്കാതെ തള്ളിപ്പറഞ്ഞ എല്ലാ മുസ്ലിം രാജ്യങ്ങളും എല്ലാ അറബ് രാജ്യങ്ങളും ഇസ്രായേലിന്റെ പക്ഷം ചേർന്ന് നിൽക്കുന്നു. അന്ന് ഇസ്രായേലിനെ അംഗീകരിച്ച ഇറാൻ ഇന്ന് ഇസ്രായേലിന്റെ ശത്രുപക്ഷത്തേക്ക് നിൽക്കുന്നു. ഇത് ശരിക്കും നമുക്കത് കാണുമ്പോൾ ഒരു കൗതുകം തോന്നും. കാരണം ഒരു കാലത്ത് ചങ്കായിട്ടിരുന്ന ഇല്ലെങ്കിൽ എല്ലാവരും അംഗീകരിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്രായേലിനെ വാരിപ്പുണർന്ന ഇല്ലെങ്കിൽ ഇസ്രായേലിനെ അംഗീകരിച്ച ഇറാൻ ഇന്ന് ശത്രുപക്ഷത്തും, അന്ന് ഇസ്രായേലിനെ മാറ്റി നിർത്തിയ അറബ് കൺട്രീസ് ഇന്ന് എന്തിന് ജോർദാൻ പോലും ഇന്ന് ഈ ഇസ്രായേലിനൊപ്പം തന്നെ വ്യോമപാതയും തുറന്നിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കൗതുകകരമായ ഒരു കാഴ്ച. ഏതായാലും അത് ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ചരിത്രം കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്നത് എന്താണ്, ശത്രുക്കളും മിത്രങ്ങളും ഒക്കെ ആകാൻ അധികം നിമിഷങ്ങൾ വേണ്ടല്ലോ. പൊളിറ്റിക്സിൽ അങ്ങനെയാണല്ലോ. പൊളിറ്റിക്സിൽ സ്ഥിരമായ കൂട്ടുകെട്ടുകളോ സ്ഥിരമായ ശത്രുക്കളോ ഇല്ല. അതുപോലെ തന്നെയാണ് രാജ്യങ്ങളുടെ കാര്യത്തിൽ. അപ്പം ഇത്തരത്തിലേക്ക് നീങ്ങുന്നു. ഇപ്പോഴിപ്പം നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാനെ എല്ലാ തരത്തിലും ഇപ്പോൾ ഈ സഖ്യകക്ഷികൾ പൂട്ടിയിരിക്കുന്നു. ഇനി അത് വൈകില്ല, ഇനി അത് വൈകാൻ പറ്റില്ല. കാരണം ഈ ഗസ പോലെയോ ഇല്ല ഹിസ്ബുള്ള പോലെയോ അത് നീട്ടിക്കൊണ്ട് പോകാൻ കഴിയില്ല. ഒന്ന്, ഇറാൻ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ്. അവിടുത്തെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഇറാന്റെയും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒരു വലിയ പദ്ധതിയുണ്ട്. അവരുടെ പദ്ധതി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ അറ്റാക്ക് നടത്തുകയും ഇറാനെ സൈനികപരമായിട്ട്, കാരണം ഇപ്പോഴുള്ള ഈ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്നത് ഖമേനിയുടെ സ്വന്തം ആളുകളാണ്. അപ്പോൾ അവരുടെ മനോവീര്യം അല്ലെങ്കിൽ അവരെ തകർത്ത് തരിപ്പണമാക്കുക, അതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ സൈനിക മേധാവികളെല്ലാം ഒടുക്കിയിരിക്കുന്നത്. ചാർജ് എടുക്കും, പിറ്റേ ദിവസം തട്ടിപ്പോവും. അപ്പം എന്തിനാണ് ഇത് കൊന്നൊടുക്കുക? ഇവർ മനോവീര്യം തകർക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ ആണവ നിലയം, പ്രത്യേകിച്ച് ഈ ഫോർദോ ആണവ നിലയം തകരുന്നതോടുകൂടി തന്നെ അവരുടെ ഒരു മനോനീല സൈന്യത്തിന്റെ മാറുകയും അവിടെ പുതിയൊരു ഭരണകൂടത്തെ വാഴിക്കാൻ കഴിയുമെന്ന് ഇസ്രായേലും അമേരിക്കയും കരുതുന്നു. അതുകൊണ്ട് തന്നെ ഇത് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. നീട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങള് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. ഇപ്പോൾ തന്നെ അവിടുത്തെ ജനങ്ങൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ടെഹ്റാനിൽ നിന്ന് അവർക്ക് പുറത്ത് കടക്കാൻ കഴിയുന്നില്ല. വലിയ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും ഒക്കെയാണ്. അവർ പലരും ചോദിക്കുന്നു, ഞങ്ങൾ എങ്ങോട്ട് പലായനം ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ മനസ്സിലേക്ക് ഒരു വലിയ വെറുപ്പും വിദ്വേഷവും കടന്നു കയറുന്നതിന് മുമ്പ് എല്ലാം ഭദ്രമാക്കുക, പുതിയൊരു ഭരണാധികാരിയെ വാഴ്ത്തുക. ഏതായാലും 1-2 ദിവസം, ഇന്നോ നാളേക്കകം ഒരു വലിയ തീരുമാനത്തിലേക്ക് എത്തും. അതിൽ നമുക്ക് വിഷമം വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറാനിൽ അണുവികരണം ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം നമ്മളാരും അവിടുത്തെ ജനങ്ങളെ കൊല്ലാനോ നമ്മളാരും ആഗ്രഹിക്കുന്നില്ല, ഒരാൾക്ക് പോലും. അത് കുഞ്ഞുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, പ്രായമായവരുണ്ട്, ഈ നിരപരാധികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം അവരിലേക്കൊക്കെ അത് വലിയ ഭവിഷ്യത്ത് സൃഷ്ടിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ടെഹ്റാൻ, ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ ഒരു മരിപ്പറമ്പായി വരും. ഇന്നലെ ഒരു അന്തർദേശീയ മാധ്യമം പറയുന്നത് പോലെ കുറഞ്ഞത് ഒരു നൂറ്റാണ്ട് പിന്നിലേക്കെങ്കിലും കുറഞ്ഞപക്ഷം ടെഹ്റാൻ പോകും എന്നുള്ളതാണ്. നമ്മൾ കണ്ടതാണ് ഹിരോഷിമയും നാഗസാക്കും ഒക്കെ. ഏതായാലും അത്രത്തോളം രീതിയിലുള്ള ഒരു അറ്റാക്ക് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ലെങ്കിൽ പോലും പരിമിതമായ രീതിയിൽ അവർ ആണവായുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ അവസ്ഥ പരിതാപകരമാകും. ഏതായാലും ഒരു കാര്യം ഉറപ്പായി,
ഖമേനി യുഗം അവസാനിക്കുന്നു, ഇല്ലെങ്കിൽ ഇറാന്റെ ആ ഒരു പ്രഭാവം, അവിടെ ഇപ്പോഴുള്ള യുഗത്തിന്റെ പ്രഭാവം തീരുന്നു. സിറിയ ആയിരുന്നു ഇറാന്റെ പക്കലുണ്ടായിരുന്ന, അവരുടെ കൺട്രോളിലുണ്ടായിരുന്ന ഒരു രാജ്യം. അസദ് ഭരണകൂടത്തെ ഇസ്രായേൽ അമേരിക്കൻ ടീം മറിച്ചിട്ടു. ഇതായപ്പോൾ വീണ്ടും ഇറാനിലേക്ക് അറ്റാക്കുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായി അവിടെയും ഈ അമേരിക്കയുടെ കൺട്രോളിലുള്ള ഒരു ഭരണകൂടം നിലവിൽ വരികയാണ്. അതിനുള്ള ഏതാണ്ടൊക്കെ കാര്യങ്ങളായി കഴിഞ്ഞു. എന്തുകൊണ്ട് അമേരിക്ക എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അതായത് ഇസ്രായേൽ ഓൾറെഡി ഇറാനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇസ്രായേലിന് അതിനുള്ള കഴിവുണ്ട്. പക്ഷേ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ അമേരിക്കയ്ക്ക് എന്തുകൊണ്ട്, ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുകയാണല്ലോ, അപ്പോൾ ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത് തകർക്കട്ടെ എന്ന് ചിന്തിക്കാതെ അമേരിക്ക ഡയറക്റ്റായിട്ട് ഈ ഫൈറ്റിൽ അമേരിക്ക ഇറാനെ അറ്റാക്ക് ചെയ്യാൻ ഇറങ്ങുന്നതിന് പിന്നിൽ എന്താണ് ചേട്ടാ? അല്ല, അത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഈ ആയുധം ഇസ്രായേലിന്റെ പക്കലില്ല. അവരുടെ ഈ പ്രധാനപ്പെട്ടത് അവരുടെ ഇറാനെ തകർക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെ അത് കൊല്ലുക ഞാൻ മറ്റേ എന്നുള്ളത്. ഈ നസറുള്ളയുടെ ആ ഒരു ഇത് കൊന്നപ്പോഴേ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം നസറുള്ളയെ ലബനോനിൽ കൊന്നത് മറ്റേ ബങ്കർ ബ്ലസ്റ്റർ ബോംബ് ഇട്ടിട്ടായിരുന്നല്ലോ ഇസ്രായേൽ, അതെ, പക്ഷെ അത് ഡമ്മി ബോംബായിരുന്നു. പിന്നെ ആ സമയത്ത് തന്നെ ടോക്കുകൾ ഉണ്ടായിരുന്നു, അതായത് ഇസ്രായേലിന് ഇറാനിലെ ആണവ നിലയങ്ങൾ തകർക്കാൻ കഴിയാത്തത് ഈ വലിയ മല തുരന്നകത്തേക്ക് പോയി അതിനകത്താണ് ഈ ആണവ നിലയങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ അതിന് അത് തകർക്കാൻ തക്ക ശേഷിയുള്ള ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ അമേരിക്കയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ, ഇസ്രായേലിന് അത് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. ആ ഈ അമേരിക്കയ്ക്ക് അത് ഇസ്രായേലിന് ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ട് അമേരിക്കയ്ക്ക് മാറി നിന്ന് കളി കാണാവുന്ന ഒരു സാഹചര്യമാണല്ലോ. അമേരിക്ക എന്തുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് ഇറാനുമായിട്ട് ഫൈറ്റിന് ഇറങ്ങുന്നത്? അമേരിക്കയ്ക്ക് വേറെ അല്ല എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ ഇതിൽ? അല്ല, ഈ ആയുധം നേരത്തെ തന്നെ കൊടുക്കാമായിരുന്നു. അത് ഉം. കൊടുക്കാഞ്ഞത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേലിന്റെ പക്കൽ അത് എത്തിക്കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഒരു ക്യാരക്ടർ അറിയാമല്ലോ, അത് പശ്ചിമേഷ്യക്ക് ഒരു തലവേദനയായിട്ട് മാറും. കാരണം ഈ സാധനം ഓ, വെച്ചിട്ട് അദ്ദേഹം കിടന്ന് കളിക്കും. വെറുതെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ എങ്ങോട്ടെങ്കിലും കൊണ്ടിട്ടിട്ട് അവിടുത്തെ ആണവ നിലയം തകർക്കാനൊക്കെ മതി. കാരണം അവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ കഴിയും. അപ്പൊ അത് അവരുടെ കയ്യിൽ വേണ്ട. അത് മാത്രമല്ല, ലോകത്തിലെ ഒരു നിർണായകമായ ഒരു ആയുധമാണത്. അത് അമേരിക്കയുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നതായിരിക്കുമല്ലോ അതിന്റെ ഒരു പവർ. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ട്രംപിനെ സംബന്ധിച്ച് ഇവിടെ ഒരു ആക്രമണം നിർണായകമാണ് ഈ സാഹചര്യത്തിൽ. കാരണം രാഷ്ട്രീയപരമായി വളരെ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം അധികാരത്തിൽ കയറിയതുപോലെയുള്ള ആരവങ്ങളില്ല, പിന്തുണയില്ല. വഴിയെ പോകുന്നവനും കൂടി ഇപ്പൊ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ശരിയാ. തലയിടുന്നിടത്തെല്ലാം വലിയ പ്രശ്നത്തിലും പ്രതിസന്ധിയിലുമാണ്. ധനുഷ് മുമ്പ് പറഞ്ഞതുപോലെ, ഒരു അതെ യുദ്ധം അതെ തീർക്കാൻ പോയവൻ ഇപ്പൊ 3 യുദ്ധത്തിന്റെ കാരണക്കാരനായി മാറിയിരിക്കുക. റഷ്യ അതെ ഉക്രൈൻ അതെ. യുദ്ധം തീർക്കാൻ പോയി അവസാനം അത് ഒരിക്കലും അവസാനിക്കാതെ കൊടുമ്പിരി കൊണ്ട് യുദ്ധമായിട്ട് അവിടെ നടക്കുന്നു. അതിനിടയ്ക്ക് ഉം. വന്നിട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഞാൻ തീർത്തെന്ന് പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ ദേ കിടക്കുന്നു ഇസ്രായേലും ഇറാനും തമ്മിൽ കൂട്ടയടി നടക്കുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ട്രംപിനെ സംബന്ധിച്ച് ഇറാനിൽ ഒരു വലിയ ആക്രമണം നടന്ന് അവരെ ഇത് ചെയ്തിട്ട് അവരെ ഡൗൺ ചെയ്യിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഒരു ഹീറോ പരിവേഷത്തിലേക്ക് ട്രംപ് വരും വളരെ പെട്ടെന്ന്, ഒരു ഷോർട്ട് ടൈം കൊണ്ട്. ഈ പൊളിറ്റിക്സ് അങ്ങനെയാണല്ലോ. ഉം, ഉം, എന്താണ് ഉം. പറയുന്നത്, നമ്മൾ ഈ സോഷ്യൽ മീഡിയ പറയുകയാണെങ്കിൽ വൈറലാകുക എന്ന് പറയില്ലേ. പെട്ടെന്നൊന്ന് മനസ്സിലായി. വൈറലായി കിട്ടിക്കഴിഞ്ഞാൽ ഒരു റീച്ച് അതെ. കിട്ടും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ട് അത് അനിവാര്യമാണ്. ഇത്രയും നാള് ഇത് ട്രംപ് അതിൽ മടിച്ചു നിൽക്കുന്നു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന് മനസ്സിലായി, എവിടെ പോയി ഞാൻ ചർച്ച നടത്തിയാലും ഒരു യുദ്ധം 3 യുദ്ധമായിട്ട് മാറുമെന്ന് ട്രംപിന് മനസ്സിലായി. യുദ്ധം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്ത് തന്നെ തീർക്കണം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ ചെയ്താൽ 100 ദിവസം എടുക്കും, ഞാനിത് ഒരു ദിവസത്തിൽ തീർത്ത് തരാമെന്ന് പറഞ്ഞ് പൊടുന്നനെ ഒരു ആണവ ബോംബ് കൊണ്ടങ്ങിടുക, യുദ്ധം തീർന്നു. ഇതാ ആണവ ബോംബ് ഇട്ടു സകലം. അതാണോ ട്രംപിന്റെ പ്ലാൻ? അല്ല, ഇവിടുത്തെ ഒരു പ്രധാന വിഷയം എന്ന് വെച്ചാൽ ട്രംപ് ഇടപെടുന്ന, ആദ്യം ട്രംപ് ഇടപെട്ടൊരു കേസ് റഷ്യ ഉക്രൈൻ വാറായിരുന്നു. അത് പൊളിഞ്ഞൊടുങ്ങി. പിന്നെ താരിഫ് കൊണ്ടുവന്നു, അത് അതിലും വലിയ ഗുലുമാലായി. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം മുഴുവൻ അതിന്റെ ഇടയ്ക്കാണ് വീണ് കിട്ടിയ ഒരു വടി പോലെ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ വാർ നടക്കുക. ഇന്നിപ്പം നരേന്ദ്രമോദി ട്രംപിനോട് തന്നെ പറഞ്ഞു, ഞങ്ങൾ മധ്യസ്ഥ ധാരണ സ്വീകരിച്ചിട്ടും ഇല്ല, ഇനി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത് വലിയ വാർത്തയായി. അതെ അതെ, അപ്പോ കണ്ടു. അപ്പൊ എന്താ വെച്ചാൽ അതും പൊളിഞ്ഞൊടുങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഒരു 60 ദിവസം കൊടുത്തിരുന്നു ഇറാന്, നിങ്ങൾ ഇപ്പൊ തന്നെ ഇത് ഒപ്പിട്ടില്ലെങ്കിൽ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ. ആ 60 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇസ്രായേലിനെ കൊണ്ട് അടിപ്പിക്കാൻ തീരുമാനിച്ചതും ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നത്. കാരണം ഇസ്രായേലിന്റെ പരമ്പരാഗത ശത്രുവാണ് ഇറാൻ. ഇറാൻ അല്ല അവരുടെ ഉം. ശത്രു, ഈ പറയുന്ന ഖൊമേനിയുടെ പൊളിറ്റിക്സുമാണ്. അപ്പം അവരത് തീരുമാനിക്കുന്നു. അപ്പോൾ ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ, ഒരു വീരനായിട്ട് ഇതിൽ ട്രംപ് അവതരിക്കുക എന്നുള്ളതാണ്. ഇനി അവർ ജീവനോടെ ഖമേനി പിടികൂടുകയാണ് എങ്കിൽ കൂടി അതിന്റെ ഫുൾ ക്രെഡിറ്റ് നെതന്യാഹുവിനല്ല, അതിന്റെ ഫുൾ ക്രെഡിറ്റ് കൊണ്ട് ട്രംപ് പോകും. ട്രംപ് അല്ലാതെ ഉം, തന്നെ ഉം, ഉം. ക്രെഡിറ്റ് അടിച്ച് മാറ്റുന്ന ടീമാണ്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയും അതെ. ക്രെഡിറ്റ് എനിക്ക് വേണ്ട, നിങ്ങൾ വെച്ചോന്ന് പറഞ്ഞെങ്കിലും അപ്പൊ ആ ഒരു നീക്കം ഒന്നത്. പിന്നെ രണ്ടാമത് അദ്ദേഹം അതിൽ ഇടപെടാതിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അമേരിക്കയുടെ ഒരു പ്രധാന ബിസിനസ് കേന്ദ്രം മിഡിൽ ഈസ്റ്റ് ആണ്. അപ്പൊ അമേരിക്ക നേരിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടും, ഇല്ലെങ്കിൽ അവർക്കത് അവരുടെ ബിസിനസ്സിനെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ ഡയറക്റ്റ് ഫൈറ്റിന് ഇറങ്ങാത്തത്. ഇപ്പൊ ഏതായാലും ഉം. ട്രംപ് അതിന് ഒരുങ്ങിയിരിക്കുന്നു, അത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം അത് കഴിഞ്ഞ 2 ദിവസമായിട്ട് അദ്ദേഹം കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ്, ഖമേനി ഞങ്ങളുടെ ടാർഗറ്റ് ഉണ്ട്, ഞങ്ങൾക്ക് അതൊരു ലക്ഷ്യമേ അല്ല എന്ന് പറയുന്നു. ടെഹ്റാനിലെ ആൾക്കാർ ഒഴിഞ്ഞു പോകണമെന്ന് പറയുന്നു. നിങ്ങളിത് ചെയ്തേ പറ്റൂ
ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടിലാകും. ഇനി എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ട്വീറ്റ്. ഇനിയും അതെ അതെ അതെ, ക്ഷമിക്കാൻ കണ്ടു. കഴിയില്ല എന്നാണ്. അതായത് ഇത് ചെയ്യുക 30 എന്നുള്ളതാണ് അത്. പറയൂ. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 30 യുദ്ധവിമാനങ്ങൾ നിലവിൽ അമേരിക്ക ഇറാനെ അടിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട്. പിന്നെ ഡീഗോ ഗാർഷ്യയിൽ അമേരിക്ക ആണവായുധം കൊണ്ട് നിരത്തിയിട്ടുണ്ട്. പോരാത്തതിന് അമേരിക്ക യുദ്ധത്തിന് തയ്യാറാണെന്ന് ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ പങ്കുചേരാൻ തയ്യാറാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിമാനവാഹിനി കപ്പലുകളായിട്ടുള്ള US നിമിറ്റ്സിനെ ദക്ഷിണ ചൈന കടലിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചു. നിമിറ്റ്സ് വിമാനവാഹിനി കപ്പലിൽ ഒരു സ്ക്വാഡ്രൺ ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി ഗൈഡഡ് ആന്റി മിസൈലുകൾ സുരക്ഷ ഒരുക്കുന്നുണ്ട്. UAE, ജോർദാൻ, സൗദി അറേബ്യ എന്നിവിടെയുള്ള മിഡിൽ ഈസ്റ്റിലെ സൈനിക താവളങ്ങൾ ജാഗ്രത പാലിക്കാനും ഏത് നിമിഷവും എന്തിനും സജ്ജരായിരിക്കാനായിട്ടും പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ കമാൻഡർമാരെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. സൈനികരോട് ഉത്തരവിട്ടിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ 40,000-ത്തിലധികം അമേരിക്കൻ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. അതായത് അമേരിക്ക സമ്പൂർണ്ണമായി ഇറാനെ വളഞ്ഞു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ഒറ്റയ്ക്ക് ഇറാനെ നേരിടാൻ കഴിയില്ല. കാരണം ഇവർ തമ്മിൽ എത്ര അകലത്തിൽ കിടക്കുന്ന രാജ്യമാണെന്ന് ആലോചിച്ച് നോക്കി. ഇവര് കിടക്കുന്നത് ഏതാണ്ട് ഒരു 2000 കിലോമീറ്റർ അകലെ, അപ്പുറവും ഇപ്പുറവുമാണ് ടെല്ലവീവും ടെഹ്റാനും തമ്മിൽ കിടക്കുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിസൈൽ വിട്ടുകൊണ്ടിരിക്കാന്നല്ലാതെ ഇത് പെട്ടെന്നൊന്നും തീരുകയൊന്നുമില്ല. ഇവരുടെ ലക്ഷ്യങ്ങളൊന്നും പൂർത്തീകരിക്കാൻ കഴിയില്ല അമേരിക്കയുടെ ഒന്നും. പക്ഷെ അമേരിക്കയുടെ ഹെൽപ്പ് ഇല്ലാതെ നടക്കത്തുമില്ല. കാരണം അമേരിക്കയെ സംബന്ധിച്ച് ഇറാന് ചുറ്റോട് ചുറ്റും കിടക്കുന്ന എല്ലാ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലും അവർക്ക് സൈനിക താവളമുണ്ട്. കുവൈറ്റിൽ അവർക്ക് കരസേനയുടെ താവളമുണ്ട്. ബഹ്റൈൻ കടലിടുക്കിൽ അവരുടെ വാർഷിപ്പുകൾ കിടക്കുന്നുണ്ട്. പിന്നെ ഇറാഖിൽ അവർക്ക് സൈനിക താവളമുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ അവർക്ക് സൈനിക താവളമുണ്ട്. അതായത് ഇറാന്റെ ചുറ്റോട് ചുറ്റും ഏറ്റവും അടുത്ത സ്ഥലങ്ങളിൽ നിന്നെല്ലാം അറ്റാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പം അമേരിക്കയുടെ ഹെൽപ്പ് ഇല്ലാതെ ഇസ്രായേലിന് ഒരിക്കലും ഇറാനെ മീൻസ് ആക്രമിക്കാൻ പറ്റും, അവരെ പൂർണ്ണമായി തകർക്കാൻ കഴിയില്ല. ഈ ഒരു സാഹചര്യമാണ് ഇത് സമ്പൂർണ്ണ യുദ്ധത്തിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ഏറ്റവും കറക്റ്റ് വാക്ക്. യുദ്ധമാണ് ഓൾറെഡി, അതിന്റെ ഒരു പരിസമാപ്തി, ഒരു ക്ലൈമാക്സിലേക്ക് പോകുന്നു. ആ ക്ലൈമാക്സ് ഒരു അതിഭീകരമായ ഒരു അണുബോംബിന്റെ ഒരു രൂപത്തിലേക്കാണ് വരുന്നതെങ്കിൽ അത് അല്പം വേദനാജനകമാണെന്ന് കൂടി നമ്മൾ പറയണം. കാരണം അവിടെ നിരപരാധികളായ ഒരുപാട് പേർ ഈ അണുവികരണങ്ങളൊക്കെ ഏറ്റുകഴിഞ്ഞാൽ മരിക്കാതെ പോകുന്ന മനുഷ്യജീവനുകളുണ്ട്. അവരൊക്കെ അനുഭവിക്കുന്ന രോഗങ്ങളും ആ രോഗാതുരമായ ഒരു രാജ്യം അല്ലെങ്കിൽ ലോകം എന്നൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എങ്കിൽ പോലും അവരവരുടെ ലക്ഷ്യങ്ങളായിട്ട് പോകുന്നു. യുദ്ധം ആരെയും ജയിപ്പിക്കുന്നില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. ഈ യുദ്ധത്തിൽ എല്ലാവരും തോൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം മനുഷ്യർ മരിച്ചു വീഴുന്നു. ഏതായാലും അത് പക്ഷെ ഇത് അവരുടെ എക്കാലത്തെയും ഒരു വലിയ സ്വപ്നമായിരുന്നു, ഇല്ലെങ്കിൽ അവരുടെ എക്കാലത്തെയും വലിയ ലക്ഷ്യമായിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചൊക്കെ. ഇത് കഴിഞ്ഞാൽ അവര് ഈ പശ്ചിമേഷ്യ ആകെ മാറി മറിയും എന്നുള്ളതാണ്. ഇനി ഇതിന്റെ മറ്റൊരു പൊളിറ്റിക്സ് ഉണ്ട്. കാരണം ഇറാനുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന റഷ്യ അടക്കമുള്ളവരുടെ പൊളിറ്റിക്സ് എന്താണ് ഇനി പശ്ചിമേഷ്യയിൽ, ഇനി അവരുടെ ഒരു നീക്കം എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട സബ്ജക്റ്റുകളാണ്. ഏതായാലും ഇപ്പൊ നമുക്ക് ഈ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്, അവസാന നീക്കത്തിലേക്കാണ്, അതായത് ക്ലൈമാക്സ് ആയി എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു വിജേട്ടാ, താങ്ക് യു സോ മച്ച്.